ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പഴംപൊരിയാണ്. നമ്മുടെ രീതിയിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം വേണ്ടത് ഒരു പാത്രമാണ് വേണ്ടത്. പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര പഴമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അരിപ്പൊടി ഇടാം. പിന്നെ കുറച്ച് ഗോതമ്പൊടി ഇട്ടിട്ടുണ്ട്. മൈദപ്പൊടിക്ക് പകരം കുറച്ച് ഗോതമ്പൊടിയാണ് ഇട്ടേക്കുന്നത്. മൈദപ്പൊടി കൊണ്ട് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗോതമ്പൊടി എടുത്തേക്കുന്നത്. അരിപ്പൊടിയും പിന്നെ ഗോതമ്പൊടി ഇട്ടിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി വേണ്ട, അധികം വേണ്ട മഞ്ഞൾപ്പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇടുക. ഈ പഞ്ചസാര വെളുത്ത പഞ്ചസാര ഇല്ല, ഇത് വേറെ പഞ്ചസാരയാണ്. അപ്പോൾ അതാണ് കളർ വ്യത്യാസം ഗൈസ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. പേസ്റ്റ് പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിൽ ആക്കിയെടുക്കുക, ലൂസാക്കി എടുക്കണ്ട. എന്നിട്ട് പഴം എടുത്തിട്ട് പഴം അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പഴം അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സ് ചെയ്തത് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഇട്ടാൽ മതി. നല്ലോണം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഇട്ടാൽ മതി. അപ്പോഴേക്കും ആയി കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്. അപ്പം 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.